Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിധവാ സംഗമവും പഠനോപകരണ വിതരണവും നടന്നു. നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിധവാ സംഗമവും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം കുമ്പളങ്ങി സാന്റ് ജോസ് ഹാളിൽ നടന്ന വിധവാ സംഗമം പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും വളരെ അത്യാവശ്യമുള്ള പഠനോപകരണങ്ങൾ. നമുക്കറിയാം, ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം തന്നെ സൗജന്യമായി യൂണിഫോമും വസ്ത്രങ്ങളും പാഠപുസ്തകങ്ങളും എല്ലാം ലഭ്യമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ സംഘടന നടപ്പിലാക്കുന്ന ഈ പദ്ധതി, അതേപോലെ തന്നെ മരുന്നുകൾ, നമുക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്ന പദ്ധതി, ഇപ്പോൾ ഇവിടെ ഭക്ഷ്യക്കിറ്റ് വിതരണവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സംഘടന വിധവകൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ അനിതാ ശീലൻ വിതരണം ചെയ്തു. നവജീവൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന നവജീവൻ പ്രേക്ഷക സംഘം എന്ന കാരുണ്യ സംഘടന കൊച്ചിയിലും ആലപ്പുഴയിലും നിരവധി സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായും കൊറോണ പ്രളയ സമയത്തും നിരവധി പേർക്ക് സഹായമെത്തിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞതായും പ്രസിഡന്റ് ബേബി തമ്പി അഭിപ്രായപ്പെട്ടു. 300 ഭക്ഷ്യക്കിറ്റുകളും 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങളുമാണ് സംഗമത്തിൽ വിതരണം ചെയ്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി, കുമ്പളങ്ങി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ പി ടി സുധീർ, നവജീവൻ പ്രേക്ഷക സംഘം കോർഡിനേറ്റർ ജോൺസൺ വളനാട്ട് എന്നിവർ പ്രസംഗിച്ചു. വിധവകൾ, കിടപ്പ് രോഗികൾ, അവർക്കെല്ലാം ഒരു താങ്ങും തണലുമായി എന്നും നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ പ്രവർത്തകർ കൂടെയുണ്ട്. ഈ സംഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഫെഡറേഷന്റെ കൂട്ടായ്മയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കണ്ടപ്പോഴും അവരുടെ ആവലാതികൾ കേട്ടപ്പോഴും അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം, അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും എനിക്ക് അറിയാനായിട്ട് സാധിക്കുകയാണ്. ഓരോ അമ്മമാരും വിളിച്ച് ഓരോ കഷ്ടപ്പാടുകൾ പറയുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ തന്നെ എന്തോരം നല്ല രീതിയിലാണ് പഠിച്ചതും വളർന്നതും. നമ്മളെപ്പോലെ ഒത്തിരി കഴിവുകളുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒത്തിരി കഴിവുകളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മളെ മുന്നോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവുകൾ കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വേദിയിൽ 6 കുഞ്ഞുങ്ങളെയാണ് നവജീവൻ പ്രേക്ഷക സംഘം. മേഴ്സി കുഞ്ഞുകുഞ്ഞ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.